Hello everyone, welcome back to Shruthi's Digital Diary. ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ആണ്. നമുക്ക് ഇന്ന് പൂജ റൂം ഡീപ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പൂജ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ പൂജ റൂമിൽ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും, ദൈവത്തിൻ്റെ ഫോട്ടോ, പിന്നെ വിളക്ക്, കിണ്ടി, എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് വെച്ചു. നെക്സ്റ്റ് ഈ കാണുന്ന കറുപ്പ് സ്വാമി തുണിയില്ലേ, ഇതെടുത്തിട്ടാണ് ഞാൻ അകത്ത് കബേർഡൊക്കെ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. പൂജ റൂം ക്ലീൻ ചെയ്യാൻ തന്നെ വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലോത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. പൂജ റൂമിൽ ഒരിക്കലും അഴുക്ക് ഇങ്ങനെ കൂടിയിരിക്കാൻ പാടില്ല. വീക്ക്ലി വൺസ് ഓർ ട്വൈസ് വിളക്കും സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക. പിന്നെ 2-3 മാസം കൂടുമ്പോൾ ഒരിക്കൽ പൂജ റൂം ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇന്ന് എൻ്റെ അങ്ങനെയുള്ള ഒരു ഡീപ്പ് ക്ലീനിങ് ഡേ ആണ്. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പൂജ റൂമൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിക്കാൻ നിങ്ങൾ വീഡിയോ മുഴുവനും കാണുക. നിങ്ങൾക്ക് ഒരുപാട് ഓയിൽ സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിൻ്റെ തിന്നർ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്താൽ പെട്ടെന്ന് അഴുക്കൊക്കെ റിമൂവ് ആയി വരും. ഇത് ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ മെൻഷൻ ചെയ്ത കാര്യമാണ്. നല്ല എഫക്റ്റീവാണ് ആ തിന്നർ യൂസ് ചെയ്താൽ. അകത്തുള്ള ടൈൽസിലൊക്കെ വിളക്കിൻ്റെ, പിന്നെ അഗർബത്തി, സാമ്പ്രാണി, ഇതിൻ്റെ ഒക്കെ പുകയൊക്കെ കൊണ്ടിട്ട് ഒരുപാട് ബ്ലാക്കിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തു. നെക്സ്റ്റ് പൂജ റൂമിൻ്റെ ഡോറാണ് ക്ലീൻ ചെയ്യുന്നത്. മൊത്തത്തിൽ ഒരു ഭാഗം വിടാതെ നല്ലപോലെ ക്ലീൻ ചെയ്യാം. നെക്സ്റ്റ് സബീനയും പിന്നെ നോർമൽ സ്ക്രബും യൂസ് ചെയ്തിട്ട് നമുക്ക് പൂജ റൂമിൻ്റെ ഫ്ലോറ് ക്ലീൻ ചെയ്യാം. ഇതിന് പ്രത്യേകതരം സൊല്യൂഷനും ഒന്നും വേണ്ട കേട്ടോ. സബീന കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് കിട്ടും. ഓയിൽ സ്റ്റെയിൻസ് ഒക്കെ പെട്ടെന്ന് ഇളകി കിട്ടാൻ സബീന നല്ലതാണ്. അപ്പോൾ 2-3 തവണ വെള്ളം മാറ്റി ഫ്ലോറ് നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാം. അങ്ങനെ പൂജ റൂമിൻ്റെ ഡോറും പിന്നെ ഫ്ലോറും ടൈൽസും ഒക്കെ ഇപ്പോൾ ക്ലീനായി. നെക്സ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടുന്നത് സബീന, ഒരു സ്ക്രബ്ബർ, ഒരു ചെറുനാരങ്ങ, ഒരു ടൂത്ത് ബ്രഷ്. അടുത്തത് കഴുകി വെക്കേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തു വെക്കാം. പിന്നെ എന്നോട് മെയിനായിട്ട് മറന്നുപോയ ഒരു കാര്യമാണ് ടിഷ്യൂ പേപ്പർ. ആദ്യം തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചെടുക്കാം. അപ്പോൾ കുറേയൊക്കെ ഓയിലിൻ്റെ സ്റ്റെയിൻസ് ഒക്കെ മാറിക്കിട്ടും. വിളക്കുകളൊക്കെ നല്ല അടിപൊളി ഷൈനിങ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സബീനയിൽ ഒരു ഹാഫ് ചെറുനാരങ്ങ കട്ട് ചെയ്ത് അതിൽ കുത്തിയിട്ട് നമുക്ക് ഈ വിളക്കും സാധനങ്ങളൊക്കെ തേച്ച് കഴുകാം. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് ഇതൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. അതിനുശേഷം നമുക്കിതൊക്കെ വാഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ടിപ്പ് യൂസ്ഫുൾ ആകും. നിങ്ങളത് വാഷ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി സബീന ഇട്ടിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് സ്ക്രബ് ചെയ്താൽ നല്ലൊരു ഷൈൻ കിട്ടും. എല്ലാം നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് നല്ലൊരു ഡ്രൈ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്ത ബ്രഷും സ്ക്രബും ഒക്കെ ഇതിനു വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. വേറെ ഒന്നിനും ആ ഒരു സ്ക്രബും ബ്രഷും എടുക്കാറില്ല. അതേപോലെ തന്നെയാണ് ഈ കറുത്ത ക്ലോത്തും. ഫ്ലോറ് തുടക്കാൻ യൂസ് ചെയ്യുന്ന ക്ലോത്ത് വേറെയാണ്, പിന്നെ ഇപ്പോൾ വിളക്ക് തുടക്കാൻ യൂസ് ചെയ്യുന്ന ക്ലോത്ത് വേറെയാണ്. രണ്ടും സെപ്പറേറ്റ് വെക്കണം. നെക്സ്റ്റ് ദൈവത്തിൻ്റെ ഫോട്ടോ പിന്നെ വിഗ്രഹങ്ങളൊക്കെ നല്ലപോലെ ഞാൻ തുടച്ചെടുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ എല്ലാ ദൈവത്തിൻ്റെ ഫോട്ടോയിലും പൊട്ട് വെച്ചിരുന്നു. അതൊക്കെ ഈ പ്രാവശ്യം ക്ലീൻ ചെയ്ത് പുതിയതായിട്ട് വെച്ചു കൊടുക്കണം. അത് വെച്ചു കൊടുക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തരാം. നമുക്ക് അതിന് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് കുങ്കുമമാണ്, എന്നിട്ട് മഞ്ഞൾ, പിന്നെ ജവ്വാദിൻ്റെ പൊടി, എന്നിട്ട് ചന്ദനത്തിൻ്റെ പൊടി. ഈ പൊടികളൊക്കെ കൊണ്ടാണ് നമ്മളിപ്പോൾ വിഗ്രഹവും ഫോട്ടോവും പിന്നെ വിളക്കും ഒക്കെ അലങ്കരിക്കാൻ പോകുന്നത്. ഇതിലൊക്കെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ റിംഗ് ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പൊട്ടൊക്കെ വെച്ച് കൊടുക്കുന്നത്. പൊട്ട് വെച്ച് കൊടുക്കുമ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ചന്ദനം, ജവ്വാദും ചന്ദനത്തിൻ്റെ പൊടിയും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ളത് ആദ്യം തൊട്ട് കൊടുക്കണം. പിന്നെ മഞ്ഞൾ, പിന്നെ കുങ്കുമം. ഈ ഒരു കറക്റ്റായിട്ടുള്ള ഓർഡർ തന്നെ നമ്മളെപ്പോഴും എല്ലാ ദൈവത്തിനും വിളക്കിനും വെച്ച് കൊടുക്കുമ്പോഴും ഇതൊന്ന് ഫോളോ ചെയ്യണം. പിന്നെ നെറ്റിക്കല്ലാതെ നമ്മൾ വിഗ്രഹത്തിൻ്റെ കാലിനും കൂടി വെച്ച് കൊടുക്കണം. വിഗ്രഹത്തിന് ഇങ്ങനെ കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമാണല്ലേ.
പിന്നെ ബാക്കിയുള്ള എല്ലാ ദൈവത്തിൻ്റെ ഫോട്ടോനും വിഗ്രഹങ്ങൾക്കും ഒക്കെ ഇതുപോലത്തെ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അതേ രീതിയിൽ തന്നെ നമ്മൾ വിളക്കിനെയും ഇതുപോലെ പൊട്ട് വെച്ച് കൊടുക്കണം. ഇതൊക്കെ അല്ലാതെ വേറെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പൂജാ റൂമിൻ്റെ ഡോർ ഉണ്ടാവില്ലേ, അതിൻ്റെ മുകളിലും ഇത് മൂന്ന് പൊടികളും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ വീട്ടിൽ കയറുന്ന എൻട്രൻസ് ആ ഡോറിൻ്റെ മേലെയും താഴെയും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ 2 ടൈപ്പ് റീസൺ ഉണ്ട്. ഒന്ന് സ്പിരിച്വൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മളെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരും. ഡോർ ഈസ് ദ ഗേറ്റ് വേ ടു സക്സസ് എന്നാണ് പറയുക. അതിലൂടെ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും പാസ്സാകും. പോസിറ്റീവ് എനർജി കൊണ്ടുവരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ ജവ്വാദൊക്കെ മിക്സ് ചെയ്തിട്ടില്ലേ, അതൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പൂജാ റൂം ഓപ്പൺ ചെയ്യുമ്പം തന്നെ നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പോയ ഒരു ഫീല് കിട്ടും. രണ്ടാമത് നമ്മളൊരു സയൻറ്റിഫിക് റീസൺ പറയുകയാണെങ്കിൽ മഞ്ഞളിലൊക്കെ നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. ഇത് നമ്മളെ വീട്ടിൽ അസുഖങ്ങൾ വരുന്നത് കുറയ്ക്കും. പിന്നെ കൂറ, ഈച്ച ഇങ്ങനത്തെ പ്രാണികളൊക്കെ ഉണ്ടാവില്ലേ, കൊതുക് അങ്ങനത്തതൊക്കെ വരുന്നത് തടയും. അങ്ങനെ ഫോട്ടോസൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ പൂജാ റൂമിൽ എപ്പോഴും ഒരു ലൈറ്റ് എപ്പോഴും കത്തിച്ച് വെക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു കബേർഡ് ആണെങ്കിൽ പോലും അതിലെപ്പോഴും ഒരു ലൈറ്റ് കത്തി നിൽക്കുന്ന പോലെ വെക്കുക. പിന്നെ ഫോട്ടോസൊക്കെ ഈസ്റ്റ് ഫേസിങ് ആയിട്ട് വെക്കുക. ഓരോ ദൈവങ്ങൾക്കും ഓരോ ദിശയുണ്ട്, അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് വിളക്കും സാധനങ്ങളൊക്കെ പൂജാ റൂമിലേക്ക് എടുത്തു വെക്കാം. പൂജാ റൂം അങ്ങനെ നല്ല ക്ലീനായി കിട്ടി. മനസ്സിന് നല്ലൊരു ആശ്വാസം സന്തോഷമുണ്ട് ഇങ്ങനെ ക്ലീനായിട്ട് കാണുമ്പോൾ. പിന്നെ നിങ്ങൾ ക്ലീനിങ് പ്രോസസ്സ് ചെയ്യുന്നത് മാക്സിമം തേഴ്സ്ഡേ ആക്കാൻ നോക്കുക. ഫ്രൈഡേ ഇങ്ങനത്തെ ക്ലീനിങ് പ്രോസസ്സൊന്നും ചെയ്യാൻ പാടില്ല. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കൈയിൻ്റെ ഒരു അവസ്ഥയാണിത്. ഇത് നെക്സ്റ്റ് ഡേ ഫ്രൈഡേ മോർണിംഗ് ഞാൻ ചെയ്ത ഒരു പൂജേൻ്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഹെൽപ്ഫുള്ളും യൂസ്ഫുള്ളായിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ശ്രുതി.